ശരി, ഇനി ശിരൂരിലേക്ക് പോയാൽ ഇന്ന് ശിരൂരിൽ നിന്ന് ആശ്വാസ വാർത്തയുണ്ട്. ഗംഗാവലിപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. പുഴയിൽ വീണ വൈദ്യുതി ലൈൻ പുറത്തെത്തിക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് തെരച്ചിൽ നേതൃത്വം നൽകുന്ന മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപേ പറഞ്ഞു. ഇത് നീക്കിയാൽ മാത്രമേ താഴെത്തട്ടിലേക്ക് ഇറങ്ങാനാകൂ. മരങ്ങളും സ്റ്റീൽ ഉൾപ്പെടെയുള്ളവയും ഡൈവിങ്ങിന് തിരിച്ചടിയാണെന്നും അർജുനെ കണ്ടെത്താനുള്ള ശ്രമം ഇന്നും തുടരുമെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു. ഇപ്പോൾ അದೇ ಲಾಸ್ಟ್ ಮೂವತ್ತ ನಮ್ಮ ಪಾಯಿಂಟ್ ಅವರು ಒಳ್ಳೆ ತಡಿ ಕಂಡಿಟ್ಟುಂಡು. ಆ ತಡಿಲೆ ഉള്ളൊരു സ്റ്റേ വയറുണ്ട് നമ്മളെ കറണ്ടിൻ്റെ. ആ വയർ സുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് പോയിട്ട് ഫസ്റ്റിലെ അത് ആ കമ്പി വലിച്ചിട്ട് മേലെ നോക്കുന്നു. ആ വലിച്ച് ആ കമ്പി അടിയിലെ തടിയിൽ ഉള്ളു ലോറി ഉണ്ടോ നോക്കുന്നു. അതെല്ലാം ഇതുണ്ട്. അവിടെ ഇരിക്കുന്ന ഒരു നമ്മൾ വിശ്വാസത്തിലേ പോവും. ഒരു ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ തേടാൻ പോകും. ശിരൂരിൽ എല്ലാവരും ഒരു ടീമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. രക്ഷാദൗത്യം നടക്കുന്നിടത്ത് അർജുന്റെ കുടുംബത്തെ എത്തിക്കണം. ശിരൂരിൽ നിന്നുള്ള വിവരങ്ങൾ കുടുംബത്തെ അറിയിക്കുന്നില്ല. പ്രവർത്തനങ്ങൾക്ക് ഏകോപനമില്ലായ്മയുണ്ടെന്നും റിയാസ് കുറ്റപ്പെടുത്തി. സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആരുമില്ല. കർണാടക സർക്കാരാണ് ഇത് ചെയ്യേണ്ടതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. നാവികസേന, NDRF, SDRF സംഘങ്ങളൊക്കെ സ്ഥലത്തുണ്ട്. ഈശ്വർ മാൽപയുടെ സംഘവും തിരച്ചിലിനായി എത്തിയിട്ടുണ്ട്. കളക്ടർ അനുമതി നൽകുന്നതിനനുസരിച്ചാകും ഈ സംഘം പുഴയിലേക്ക് ഇറങ്ങുക. വിവരങ്ങളുമായി സരീഷ് PKയും നിഖിലും ചേരുന്നുണ്ട്. ആദ്യം സരീഷിലേക്ക്. സരീഷ്, ഈ ദൗത്യത്തിൽ ഏറെ നിർണായകമെന്ന് കരുതിയ ദിവസമായിരുന്നു ഇന്നലെ ഗംഗാവലി പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന. പക്ഷേ അതും നിരാശാജനകമായിരുന്നു. ഇന്ന് ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ തിരച്ചിൽ എങ്ങനെയാകും? വിവരങ്ങൾ. പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ തന്നെയാണ് ഇന്നും നടക്കുന്നത്. ഈശ്വർ മാൽപയും സംഘവും അല്പസമയം മുൻപാണ് ഇവിടേക്ക് എത്തിയത്. പക്ഷേ ജില്ലാ ഭരണകൂടത്തിന്റെ, ജില്ലാ കളക്ടറുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പുഴയിലേക്ക് ഇറങ്ങാനാകൂ. അത് ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ നിലവിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. സംഘങ്ങളെല്ലാം NDRF സംഘവും SDRF സംഘവും ഒപ്പം മാൽപയുടെ സംഘവും എല്ലാം ഇവിടേക്ക് എത്തുകയും അവർ ബോട്ട് ഉൾപ്പെടെയുള്ളവ സജ്ജീകരിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. SDRF ഈ മേഖലയിലെത്തി 2 തവണ ഈ നേരത്തെ മാൽപ എവിടെയൊക്കെയാണോ പരിശോധന നടത്തിയത് അവിടെയൊക്കെ എത്തുകയും നിലവിലെ ഒരു ജലനിരപ്പും അതോടൊപ്പം തന്നെ ഒഴുക്കും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും അതിശക്തമായ ഒഴുക്ക് തന്നെയാണ് ഈ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാദൗത്യം ഇപ്പോഴും വൈകുന്നത്. സാധാരണഗതിയിൽ 7:30യോടെയെങ്കിലും നാവികസേനാംഗങ്ങളും ഒപ്പം തന്നെ SDRF ഉൾപ്പെടെയുള്ളവരും ഈ മേഖലയിലേക്ക് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇതുവരെ അത്തരത്തിൽ ഒരു പരിശോധന ആരംഭിച്ചിട്ടില്ല. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്നത് മാത്രമാണ്. നേവി അല്പസമയം മുൻപാണ് ഇവിടേക്ക് എത്തിയത്. എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു പരിശോധന ഇന്ന് നടക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം മാൽപ അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞത് ഇന്ന് ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ മുങ്ങാൻ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ സ്റ്റേ വയറുകളും ഒപ്പം തടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ നിരവധി മരങ്ങൾ ഈ മണ്ണിനടിയിലുണ്ട്, അല്ലെങ്കിൽ ഈ പുഴയ്ക്കടിയിലുണ്ട്. അത് വലിയ പ്രതിസന്ധിയാവുന്നുണ്ട്. അവ മാറ്റിയാൽ മാത്രമേ ഏതെങ്കിലും രീതിയിൽ താഴോട്ട് പോകാനാവൂ എന്നതാണ്. കാരണം അദ്ദേഹത്തിനെ വയറുകൊണ്ട് ഘടിപ്പിച്ചാണ്, അല്ലെങ്കിൽ കേബിളുകൾ കൊണ്ട് ഉപയോഗിച്ച് അദ്ദേഹത്തെ ടൈറ്റ് ചെയ്ത് അതിനുശേഷമാണ് അദ്ദേഹം താഴേക്ക് ഡൈവ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഡൈവ് ചെയ്താൽ പോലും ഈ കയറുകൾ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. ആ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ഈ മരങ്ങളും ഒപ്പം തന്നെ മറ്റ് ഈ സ്റ്റേ വയറുകളും ഒക്കെ മാറ്റേണ്ടതുണ്ട്. നേരത്തെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനോടൊപ്പം തന്നെ ചില ഈ കടകളുടെയും ഒപ്പം തന്നെ ചില വീടുകളുടെയും ഒക്കെ സ്റ്റീൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, അതായത് മേൽക്കൂരയുടെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഈ പുഴയിലുണ്ട്. അത് ശരീരത്തെ തട്ടുകയും മുറിവുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത് വലിയ പ്രതിസന്ധിയാണ്. പലപ്പോഴും ഈ മുറിവുണ്ടാകുന്നത്, പ്രത്യേകിച്ച് ഈ മലിനജലത്തിൽ നിന്നും മുറിവുണ്ടായാൽ അത് വലിയ പ്രതിസന്ധിയാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ വേറെയുമുണ്ട്. എന്തായാലും സ്റ്റേവയർ നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം മാത്രമേ താഴെ തട്ടിൽ ആ വാഹനമുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനാവുകയുള്ളൂ. അങ്ങനെ ആ വാഹനമുണ്ടോ എന്ന് സ്ഥിരീകരിച്ചാൽ തുടർന്നുള്ള പരിശോധനകൾക്ക് എളുപ്പമാകും. എന്തായാലും അദ്ദേഹം ഇങ്ങോട്ടേക്ക്, അതായത് ഈ പുഴക്കരയിലേക്ക് ഈശ്വർ മാൽപ എത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തായാലും ഈ ദൗത്യത്തിന് ഒരുപക്ഷെ വേഗത കൂടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശ്വർ മാൽപ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഈ ദൗത്യത്തിന് വേഗത കൂടും. ഒരിക്കൽ കൂടി ഈ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടക്കും. അങ്ങനെ പരിശോധന നടക്കുമ്പോൾ അതിവേഗം ഈ പ്രവർത്തികൾക്ക് ഏകോപനം വർദ്ധിക്കുകയും അദ്ദേഹത്തെ അല്ലെങ്കിൽ അർജുനെ കണ്ടെത്താനാവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും
നിലവിൽ എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. മാൽപ്പെ ഇനി എപ്പോഴാണ് ഇവിടേക്ക് ഇറങ്ങുക, ഒപ്പം ഈ ദൗത്യം എപ്പോൾ ആരംഭിക്കാനാകും എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ മാൽപ്പെ SDRF സംഘത്തോട് സംസാരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും, കാരണം ജില്ലാ കളക്ടർ ഇന്നലെ തന്നെ അറിയിച്ചിരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഇറങ്ങണമെങ്കിൽ, പുഴയിലേക്ക് ഇറങ്ങണമെങ്കിൽ അനുമതി വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ എന്താണ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നത് സംബന്ധിച്ച് SDRF സംഘത്തോട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും, അതായത് കൃത്യമായി എന്ത് പ്ലാനാണ് ഇന്ന് നടപ്പാക്കാൻ പോകുന്നത്, ഏത് രീതിയിലുള്ള പരിശോധനയാണ്. ശരി സരീഷ്, ഞാൻ നിഖിലേക്ക് കൂടി പോവുകയാണ്. നിഖിൽ, ഈ പറഞ്ഞതുപോലെ ഈശ്വർ മൽപ്പയും സംഘവും അവിടെ എത്തിക്കഴിഞ്ഞു, ദൗത്യത്തിന് അവർ തയ്യാറെടുക്കുകയുമാണ്. പക്ഷേ ഈ ഏറെ ശ്രമകരമായ ദൗത്യം ഫലം കണ്ടില്ലെങ്കിൽ ഈ ദൗത്യം എങ്ങനെ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ നിർണായകമായ ഒരു തീരുമാനം വരുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ഒപ്പം തന്നെ ജില്ലാ കളക്ടർ ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകാനും പോവുകയാണ്. അപ്പോൾ നിലവിലെ തിരച്ചിൽ അതിൽ പുരോഗതി വന്നേ മതിയാവുകയുള്ളൂ, എങ്കിൽ മാത്രമേ ഈ ദൗത്യം മുന്നോട്ട് പോവുകയുള്ളൂ. വിവരങ്ങൾ. സേതുലക്ഷ്മി, ഏതായാലും ഞാൻ ഇപ്പോൾ ഈ പുഴയുടെ മറുകരയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നേവി NDRFിൻ്റെയും ഒപ്പം SDRFിൻ്റെയും സംഘം ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഡിങ്കി ബോട്ടുകളിൽ അവർ പുഴയിലിറങ്ങി ഈ പുഴയുടെ ഒഴുക്ക് സംബന്ധിച്ച കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ചില ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഡിങ്കി ബോട്ടിൽ ഇത്തരത്തിൽ പുഴയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു, ഈ പുഴയുടെ ജലനിരപ്പ് കുറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിനേക്കാൾ കൂടുതൽ മൺകൂന നമുക്ക് ഈ പുഴയുടെ മുകളിലേക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. പുഴയുടെ ഒഴുക്ക് കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ ജലനിരപ്പ് ഉയർന്നു നിന്ന സമയത്ത് കാണാതിരുന്ന ഈ പുഴയിലേക്ക് വന്നു വീണ മരത്തിൻ്റെ ചില്ലകൾ എല്ലാം തന്നെ കാണാൻ സാധിക്കും. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ ആ മൺകൂനയോട് ചേർന്ന ഒരു ഭാഗം, പുഴ ഒഴുകാതെ നിൽക്കുന്ന ഒരു ഭാഗം കാണാം. അവിടെ പൂർണ്ണമായും മൺതിട്ടയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ആ ഒരു പ്രദേശമാണ് ഈ കരയിൽ നിന്ന് 132 മീറ്റർ അകലെ എന്ന് പറയുന്ന ഈ നാലാമത്തെ സിഗ്നൽ ലഭിച്ച, ശക്തമായ സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ അവിടെ എത്രത്തോളം മണ്ണ് അവിടെ അടിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. നമുക്കറിയുന്ന ഒരു 25 അടി താഴ്ചയുള്ള പുഴയാണ്. ഏകദേശം ഇപ്പോൾ ആ 25 അടിയോളം തന്നെ അവിടെ മണ്ണ് വീണ് പുഴ നികന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത്. പുഴ 2 വഴികളായി ഈ മൺകൂനയ്ക്ക് ചുറ്റും ശിരൂർ ദൗത്യം തുടരുകയാണ്. ഈ ഈശ്വർ മാൽപ്പയുടെ ഇന്നലെ പുഴയിലേക്ക് ഇറങ്ങി നിർണായകമായ വിവരങ്ങൾ നൽകിയത് ഈശ്വർ മാൽപ്പെ. അവരുടെ സംഘം ഇന്നും അവിടെ എത്തിയിട്ടുണ്ട്, ദൗത്യത്തിനായി തയ്യാറെടുക്കുന്നു എന്നാണ് വിവരം. ഇന്നലെ 7 അംഗ സംഘമായിരുന്നു, ഇന്നും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ഈ ദൗത്യത്തിൽ ഇന്ന് ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, ഏറ്റവും നിർണായകമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. കാരണം ഈ ദൗത്യം അത് ഫലം കണ്ടില്ലെങ്കിൽ എങ്ങനെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അത് ഇന്നുണ്ടാകും എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ. മാത്രമല്ല, ഈ ദൗത്യത്തിൻ്റെ പുരോഗതിയിൽ ജില്ലാ കളക്ടർ ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്യും. നിർണായകമാകുമെന്ന് കരുതിയ ഗംഗാവലി പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന ഇന്നലെ നടന്നിരുന്നു. പക്ഷേ അതിലും കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രാദേശിക മത്സ്യത്തൊഴിലാളി സംഘത്തെ അടക്കം രംഗത്തിറക്കിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ തിരച്ചിൽ. ഈ തിരച്ചിൽ ഇന്നും ആ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഈ തിരച്ചിലിൽ എന്തെങ്കിലും ഇന്ന് പുതിയ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ തിരച്ചിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ജില്ലാ കളക്ടർ നൽകുന്ന റിപ്പോർട്ട് അത് ഈ ദൗത്യത്തെ സംബന്ധിച്ച് അതീവ നിർണായകമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ദിവസം, അർജുൻ്റെ തിരച്ചിൽ ഈ ഒരു ദിവസം അത് ഏറെ നിർണായകമാണ് പല കാരണങ്ങൾ കൊണ്ടും. ഷിരൂരിൽ നിന്ന് ദൗത്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത് സരീഷ് പി കെയും നിഖിലുമായിരുന്നു.